നേഴ്സുമാരുടെ സമരത്തിൽ ഇടപെട്ട ചില BJP നേതാക്കൾ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റി എന്നൊരു കിംവദന്തി പരക്കുന്നുണ്ട്. സംഭവം കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലാണ്. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് BJP നേതാക്കളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ പരക്കുന്ന കിംവദന്തി തെറ്റാണെന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ എന്തുകൊണ്ട് നേഴ്സുമാരുടെ സമരത്തിൽ BJP ഇടപെടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ ഒരു പ്രധാന മുദ്രാവാക്യം ഇതാണല്ലോ, കേരളത്തിൽ ഇടതനും വലതനും ഭരിച്ച് നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഇനി BJP വന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഒരു മുദ്രാവാക്യം. അപ്പോൾ ഈ നേഴ്സുമാരുടെ സമരത്തിൽ ഇടതനും വലതനും ഇടപെടാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് BJP മുന്നിട്ടിറങ്ങുന്നില്ല? നേഴ്സുമാരുടെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ BJPക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ നേഴ്സുമാരുടെ ഈ മിനിമം വേതനം എന്നുള്ള ഈ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം ഒരൊറ്റ കെട്ടാണ്. ആർക്കും യാതൊരു എതിരഭിപ്രായം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് BJP ഇടപെടുന്നില്ല? ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ നേഴ്സുമാരുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ എന്തെങ്കിലും മെച്ചം കാണുമായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് BJP ഇടപെടുന്നില്ല? BJP ഒരു പ്രതിപക്ഷം പോലും അല്ലല്ലോ. അതോ BJPക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇനിയും നേഴ്സുമാരുടെ ഈ സമരത്തിൽ അല്ലെങ്കിൽ നേഴ്സുമാരോട് BJPക്ക് താല്പര്യമൊന്നും ഇല്ലേ? ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നേഴ്സുമാർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ BJP വിചാരിച്ചാൽ ഉറപ്പായും സാധിക്കും. പക്ഷെ BJP വിചാരിക്കുന്നില്ല. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ BJPക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാകുന്ന നേട്ടം ചെറുതല്ല. പക്ഷെ BJP എന്തുകൊണ്ട് ഇടപെടുന്നില്ല? പറഞ്ഞു വന്നത് ഇതാണ്, കർഷക സമരം നടന്നപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ സമരത്തെ ശരിക്കും മുതലെടുത്തു. ഈ നേഴ്സുമാരുടെ സമരം BJP മുതലെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇടതനും വലതനും മാറി നിൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ BJP രക്ഷകനായിട്ട് വന്നിട്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. BJP ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്ന് പറയുമ്പോഴും രസകരമായ ഒരു സംഭവം നടന്നിരുന്നു. തിരുവനന്തപുരം മാനവ വീതിയിൽ UNA സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ചു. പ്രസംഗത്തിൽ അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. BJP ഇതിൽ കാര്യമായി ഇടപെടുന്നു, ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുമെന്നും അവിടെ വാഗ്ദാനം നൽകിയിരുന്നു. BJP എന്ന പാർട്ടിയും NDA എന്ന മുന്നണിയും നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളിവിടെ ചോദിക്കുന്ന നിങ്ങളുടെ ഡിമാൻഡ്സിന് 100% പിന്തുണ തരാൻ തയ്യാറാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. LDFും UDFും പിന്നെ വാഗ്ദാനം നൽകുന്നതിൽ നമ്പർ 1 ആണല്ലോ. BJP ഇനി അതേ പാത തന്നെ പിന്തുടരുകയാണോ? മുനമ്പം വിഷയത്തിൽ BJPയുടെ പ്രമുഖ നേതാക്കളായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, K സുരേന്ദ്രൻ, സുരേഷ് ഗോപിനെ പോലുള്ളവർ അവിടെ എത്തുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കാരിത്താസ് ഹോസ്പിറ്റലിൽ നേഴ്സുമാർ ഇത്രയും ദിവസങ്ങളായിട്ട് അവിടെ കുത്തിരിപ്പ് സമരം നടത്തിയിട്ടും ഈ പ്രമുഖ നേതാക്കളെ ആരെയും കണ്ടില്ലല്ലോ. ഇനി തുടക്കത്തിൽ പറഞ്ഞ കിംവദന്തിയെ കുറിച്ച് സംസാരിക്കാം. ഈ കിംവദന്തി എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും കിംവദന്തി ഇല്ല. ഇനി ഈ പറയുന്ന കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. BJPയുടെ ഒരു നേതാവ് അവിടെ വന്നതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ച് സുന്ദര മോഹന വാഗ്ദാനങ്ങൾ നേഴ്സുമാർക്ക് നൽകി. അതിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ സമരത്തിൽ BJP ശക്തമായിട്ട് ഇടപെട്ട് ഇത് ഈ പ്രശ്നത്തിന് ഉറപ്പായിട്ടും ഞങ്ങൾ പരിഹാരം കാണും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനിയാണ് ശരിക്കുള്ള കിംവദന്തി ഞാൻ പറയാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ BJPയോടുള്ള രാഷ്ട്രീയ വിരോധം മൂത്തിട്ട് ചില ആൾക്കാർ പറയുന്ന ഒരു കഥയായിരിക്കാം ഇത്. എന്നാൽ ഞാൻ കേട്ട കഥ നിങ്ങളോട് പറയാം. സംഭവം ഇതാണ്, ഈ പ്രസംഗിച്ചിട്ട് പോയ ഈ BJPയുടെ നേതാവ് പിന്നീട് കാരിത്താസ് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റുമായിട്ട് സംസാരിക്കുന്നു. മാനേജ്മെന്റ് ഇദ്ദേഹത്തിന് പണം നൽകി എന്നുമാണ് പറയുന്നത്. ഈ പണം നൽകിയതിന് ശേഷമാണ് ഇദ്ദേഹം ഈ പിൻവലിഞ്ഞത് എന്നാണ് അവിടെയുള്ള ആൾക്കാർ, അതായത് നേഴ്സുമാർ പറയുന്നത്. അതേസമയം ചിലർ പറയുന്നത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്, തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം നമ്മളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുമാണ് ചില ആൾക്കാർ പറയുന്നത്. ഇതിലേതാണ് ശരി എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ട ഒരു കിംവദന്തി മാത്രമാണ്. ഇനി കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ നേഴ്സുമാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ നുണയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. BJPനെ ശരിക്കും നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇതുപോലുള്ള നേതാക്കൾ ഒരുപാട് BJPക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നേതാക്കളൊക്കെ എപ്പോൾ വന്ന് എവിടുന്ന് വന്നെന്ന് ശരിക്കുമുള്ള പ്രവർത്തകർക്ക് പോലും അറിയത്തില്ല. ഈ ശരിക്കുമുള്ള പ്രവർത്തകർ ഞാൻ ഉദ്ദേശിച്ചത് സ്വയം സേവകരായിട്ട് അതുപോലെ കഷ്ടപ്പെട്ട് BJP ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ BJPക്കൊപ്പം നിന്ന ആൾക്കാരുണ്ട്. അവർക്ക് പോലും അറിയത്തില്ലാത്ത പുതിയ നേതാക്കൾ ഇങ്ങോട്ട് വരുന്നു. ഇന്നലെ വന്ന ആൾക്കാരെല്ലാം വലിയ നേതാക്കളാകുന്നു. ഇതൊക്കെ എവിടുന്ന് വന്ന് എങ്ങനെ വന്നെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ BJPയുടെ കേരള നേതൃത്വം ഇതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് പഠിക്കണം, അല്ലെ അന്വേഷിക്കണം എന്നാണ് ഈ ഉള്ളവൻ്റെ ഒരു അഭ്യർത്ഥന. അല്ലെങ്കിൽ ഈ BJPയുടെ കേരളത്തിലെ കാര്യം തീരുമാനമാകും. ഇത്തിൽക്കണ്ണി കയറിയ മാവിൻ്റെ അവസ്ഥയായിരിക്കും BJPക്ക് ഉണ്ടാകുന്നത്. ഈ ഇത്തിൽക്കണ്ണിയെല്ലാം വെട്ടിക്കളഞ്ഞ് മാവ് നല്ലവണ്ണം പൂത്ത് ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഉള്ളവൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി കാരിത്താസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു വിഷയം പറയാതിരിക്കാൻ വയ്യ. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും, ഡിസംബർ അതായത് ക്രിസ്മസ് സമയം ആകുമ്പോഴത്തേക്കും കാരിത്താസ് ഹോസ്പിറ്റലിലെ ദീപാലങ്കാരം
അത് കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ്. ഒരു വശത്തുനിന്ന് അങ്ങേ അറ്റത്തോട്ട് പോയി കഴിഞ്ഞാൽ ദീപാലങ്കാരങ്ങളും ആഘോഷ പരിപാടികളും കാരണം യാതൊരു രക്ഷയില്ല. ആഘോഷങ്ങളും മറ്റുമൊക്കെ വേണം, പക്ഷേ ഇത് അസംബന്ധമാണ്. ഒരു ആശുപത്രിയിലല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. ആദ്യം ഇപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലായാലും അമൃത ഹോസ്പിറ്റലായാലും ഏത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാലും എത്രയോ രോഗികൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. അവരുടെ ബന്ധുക്കളൊക്കെ ദുഃഖിച്ചിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആഘോഷം പുറത്തു നടക്കുകയാണ്. ഈ ദീപാലങ്കാരത്തിന് മുടക്കുന്ന കാശ് മതിയല്ലോ നേഴ്സുമാരുടെ ശമ്പളം കൂട്ടി നൽകാൻ. അത് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇവൻ ഇത്രയും നാളും BJP-നെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ BJP-നെ എതിർക്കുന്നത്? BJP-നെ എതിർക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിനകത്ത് വിഷയം. കാരണം തെറ്റാര് ചെയ്തെന്ന് പറഞ്ഞാലും നെറികേട് ആര് ചെയ്തെന്ന് പറഞ്ഞാലും അത് നമുക്കൊരു പ്രത്യേക പാർട്ടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും അത് നമ്മൾ പറയും. അത് തീർച്ചയായിട്ടും നമ്മൾ പറയും. നമ്മൾ മറ്റേ ഒരു എന്നാ പറയുക, ഒരു രാഷ്ട്രീയ അടിമയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയായിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ലോ. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും, അല്ലെങ്കിൽ വിമർശിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യും. കാരണം NDA സംബന്ധിച്ച് കേന്ദ്രത്തിൽ വളരെ മികച്ച ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും ഞാൻ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇടതരം വലതരം മാറി മാറി ഭരിച്ച് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന കേരളത്തിൽ ഇനി NDA വന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടാതെ ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കണ്ടേ? അതുപോലെ തന്നെ നൂലിൽ കെട്ടി ഇറക്കിയ കുറേ സ്ഥാനാർത്ഥികളുണ്ട്. ഈ സ്ഥാനാർത്ഥികളൊക്കെ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഇവരുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്ത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഈ പാർട്ടി ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ ഒരു 1 കിലോ മൈദ മേടിക്കാൻ പോലും കാശില്ലാത്ത സാഹചര്യത്തിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് അതുപോലെ പോസ്റ്റർ ഒട്ടിച്ച് നടന്ന അണികളുള്ള ഒരു പാർട്ടിയാണിത്. അപ്പോൾ അവിടുന്നാണ് വളർന്ന് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നു. ഇനി അടുത്തത് കേരളമാണ് ലക്ഷ്യം. കോട്ടയം ജില്ലയിലെ പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി പ്രവർത്തകർക്ക് പോലും വോട്ട് ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ലാത്ത വ്യക്തികളെയാണ് കൊണ്ടു നിർത്തുന്നത് എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ നന്ദി, നമസ്കാരം.